ആ ഭാഗ്യശാലിയായ പയ്യന്റെ പകുതി കോർട്ടിൽ നിന്നുള്ള ഷോട്ട് പിഴച്ച് മാസ്കോട്ടിന്റെ മുഖത്തുകൊണ്ടെങ്കിലും തിരികെ പോകുമ്പോൾ ഡ്യൂറന്റ് അവനെ തടഞ്ഞു നിർത്തി ഒപ്പിട്ടൊരു ബാസ്കറ്റ്ബോൾ നൽകി. ഡ്യൂറന്റ് പറഞ്ഞു, പച്ചയായ കഴിവിനെ ആർക്കും മറികടക്കാം, എന്നാൽ കഠിനാധ്വാനമില്ലെങ്കിൽ കഴിവ് പോലും ഒരുനാൾ തോൽക്കും. ആ വാക്കുകൾ കേട്ടതും അവനിൽ വല്ലാത്തൊരു ഊർജം നിറഞ്ഞു. വീട്ടിലെത്തിയ ഉടനെ അവന് എല്ലാം എളുപ്പമായി തോന്നി. മുമ്പ് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന പന്ത് ഇപ്പോൾ അവനെ അനുസരിച്ചു. കളിച്ചാൽ എല്ലാം ഗോളാക്കുന്ന രീതിയിലായി. ദിവസങ്ങൾക്കുള്ളിൽ അവൻ സ്കൂൾ ടീമിലെ സ്റ്റാർ കളിക്കാരനെ വെല്ലുവിളിച്ചു. മാച്ച് തുടങ്ങിയപ്പോൾ ഡ്യൂറന്റിന്റേതുപോലെയുള്ള കളിശൈലിയിൽ അവൻ എതിരാളികളെ കവച്ചുവെച്ച് സ്കോർ ചെയ്തു. കോച്ച് അവനെ ടീമിന്റെ പ്രധാന കളിക്കാരനാക്കി ടീം വിജയങ്ങൾ നേടി. എന്നാൽ ഡ്യൂറന്റിന്റെ പ്രകടനം മോശമായി. അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ ലക്ഷ്യം കാണാതെയായി. കളിയോടുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിന്റെ കളി ഡ്യൂറന്റിനെ പോലെയാണ്. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിന്നിലേക്ക് മാറിയിരിക്കുന്നു എന്ന് അസിസ്റ്റന്റ് കോച്ച് അവനോട് പറഞ്ഞു. ഡ്യൂറന്റിന്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ കുറ്റബോധം തോന്നിയ പയ്യൻ തന്റെ കഴിവ് തിരികെ നൽകാൻ അവനെ കാണാൻ പോയി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. ഡ്യൂറന്റ് പറഞ്ഞു, ശരിക്കും ശക്തരായവർ ഒരിക്കലും ആദ്യം മുതൽ തുടങ്ങാൻ ഭയപ്പെടുന്നില്ല. ഒരു ദിവസം താൻ ഡ്യൂറന്റുമായി കഴിവ് കൈമാറിയ രഹസ്യം അവനൊരു പെൺകുട്ടിയോട് പറഞ്ഞു. അപ്പോൾ ഒരാശയം മനസ്സിൽ തോന്നിയ അവൻ ഓടിച്ചെന്ന് ഡ്യൂറന്റിന്റെ കളിസ്ഥലത്തെത്തി. വീണ്ടും മാസ്കോട്ടിനെ പന്തുകൊണ്ടെറിഞ്ഞ് പഴയ വാക്കുകൾ ആവർത്തിച്ചു. ഇരുവരും ഒന്നിച്ച് പന്ത് പിടിച്ചപ്പോൾ കഴിവ് ഡ്യൂറന്റിലേക്ക് തിരികെ പോയി. ഡ്യൂറന്റ് ഗംഭീര തിരിച്ചുവരവ് നടത്തി. കഴിവ് നഷ്ടപ്പെട്ട പയ്യന്റെ ടീം പിന്നിലായി. അപ്പോൾ കാണികളിൽ ഡ്യൂറന്റിനെ കണ്ട അവൻ യഥാർത്ഥ കാര്യം കഴിവല്ല, കഠിനാധ്വാനമാണെന്ന് ഓർമ്മിച്ചു. വെറും 4 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ അവൻ ടീമിനെ ഒരുമിപ്പിച്ച് ഷോട്ടെടുത്തു. പന്ത് വലയിൽ കയറി ടീം ജയിച്ചു. മറ്റൊരാളായി മാറുന്നതിലല്ല, സ്വന്തം ദൗർബല്യങ്ങളെ തോൽപ്പിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം എന്ന് അപ്പോൾ അവന് മനസ്സിലായി.